ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ രാവിലെ ഫുഡും കഴിച്ച് ഞാൻ പോകുന്നത് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സിനിമ കാണാനാണ്. 55 ബസ്സിൽ 12:30 ആകുമ്പോൾ ഞാൻ അവിടെ എത്തി. ഞാൻ കാനങ്ങാടേക്കാണ് ഫിലിം കാണാൻ പോകുന്നത്. ആദ്യം ബസ് കയറി നേരെ വിട്ടു. അപ്പോ പിന്നെ റോഡിൽ മൊത്തം പണിയും അതും ഇതും പൊടിയും ആ ഒരു പ്രശ്നമൊക്കെ ഇപ്പൊ ഉണ്ട്. അത്രേ റോഡ് പണി നടക്കുന്നുണ്ട് അത്രയല്ലോ. അങ്ങനെ വെള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പോയി. കാനങ്ങാട് എത്തിയിട്ട് വേണം എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം. അവരൊക്കെ ആ നാട്ടുകാരാ. കാനങ്ങാട് എത്തിയിട്ടുണ്ട്. ഷർഫിനാനെ പെരുതം കാനങ്ങാട് എത്തി അവരെയും കൂട്ടി നേരെ ഒരു ഫാൻസിയിലേക്ക് പോയി. അത് ഫ്രണ്ടിന്റെ പിറന്നാളിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാതെ വിചാരിച്ചിട്ട്. നമ്മളെന്താ ചെയ്യാൻ പോവാണ്. എന്താ അറിയില്ല, എന്റെ ഫേസിന് ഭയങ്കര ഗ്ലോ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാരും കൂടെ കൂടിയ ഭയങ്കര കോമഡി. അതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. നിങ്ങള് നല്ല രസമായിരുന്നു. ഇതെന്റെ ഫ്രണ്ട് ആനക്ക, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഷർഫീന. നമ്മളിപ്പോൾ സൂക്ഷ്മദർശിനി കാണാൻ പോവാണ്. നേരത്തെ പോയി ടിക്കറ്റ് എടുത്താലും ചിലപ്പോൾ ടിക്കറ്റ് കിട്ടുന്നത് ഭയങ്കര തിരക്കായിട്ട് ടിക്കറ്റ് കിട്ടൂലേ? ഇനി ടിക്കറ്റ് കിട്ടിയിട്ട് നമ്മള് സൗണ്ട് മാത്രം കേൾക്കും. അല്ലെ ഫുഡ് കഴിക്കാൻ പോകും. അതിൽ നമുക്ക് ബീച്ച് പോവാം. അത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ അറബി, ഇവര് സൈക്കോളജി ആണോ പഠിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുമുട്ടിന്നൊക്കെ എങ്ങനെ ഇവരെ എന്റെ കൂടെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. എവിടെ നിട്ടിന്ന് ഞങ്ങൾക്കും അറിയില്ല. എവിടുന്ന് ഏത് സമയത്ത്. അങ്ങനെ തിയേറ്ററിലെത്തി നേരെ ടിക്കറ്റ് എടുക്കാനാ പോയിട്ടുണ്ടായത്. ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഒരാൾ കൂടെ വരാനുണ്ടായിരുന്നു നമ്മളെ. അങ്ങനെ ഇതാണ് നമ്മൾ വന്ന് തിയേറ്റർ. അങ്ങനത്തെ കഥ. നമ്മളെ ഒരു ഫ്രണ്ടും കൂടെ വരാനുണ്ടായിരുന്നു. നമുക്ക് നേരത്തെ വരാത്തോണ്ട് ടിക്കറ്റ് ഒക്കെ കുറച്ച് ടിക്കറ്റ് എന്തെന്ന് പറയുന്നത് നമ്മള് ബുക്കാക്കിട്ട ആ ടിക്കറ്റ് ഞാൻ നേരത്തെ ബുക്കാക്കിന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിന്. ടിക്കറ്റ് ബുക്കാക്കിട്ട ഗൈസ്. അന്നെ ഇവര് ചതിച്ചു. നീ മാത്രം ഉണ്ടാവുന്ന തട്ടോട്ടി ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇട്ടാലും തട്ടോട്ട ആൾക്കാർ തട്ടൊട്ട ആൾക്കാർ ഇതിന്റെ അകത്ത് ഉണ്ടാവും ഗൈസ്. സ്വാലിഹത്തായി ബ്ലീസിങ്ങൾ എന്തായാലും എല്ലാ നാട്ടിലും ഉണ്ട്. ഞാൻ ഇവരൊക്കെ കൂടിയിട്ട് സാലിഹത്തായി ബ്ലീസായി. ഇവള് ആദ്യമായിട്ടാണ് ഇബ്ലീസ് ആവാൻ പോകുന്നത്. ഇതുവരായിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് കേറുന്നതോട് കൂടി ഇവളെ സാലിഹത്തായ ഇബ്ലീസായി നമ്മൾ പ്രഖ്യാപിക്കുന്നതോട് ഇവളെ വീട്ടുകാരെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഇവളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഫുൾ പെർമിഷൻ ഉണ്ട്. കട്ട സപ്പോർട്ടാന്ന് മതി. അത് ഇത്രേ ഉള്ളൂ നമ്മളെ കഥ. ഇനി നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി എന്താവും നമുക്ക് പറയാം. റിവ്യൂ പറയാം. ഇവള് ആദ്യമായിട്ടാണ് തിയേറ്ററിന്റെ അകം കാണാൻ പോകുന്നത്. അതും കൂടെ നമുക്ക് ഇനി ഹൈപ്പിലെ ഇവിടെ വേറെയും തട്ടുവിട്ട കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മറ്റാളെ വെയിറ്റ് ആക്കാൻ നിൽക്കുമ്പോൾ നമ്മൾക്ക് പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. അതാണ് ഈ കുട്ടി. സോറി, ഈ പട്ടിക്കുട്ടി. നമ്മളെ ഫ്രണ്ട് അവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. വളരെ നേരത്തെ ആയിരുന്നു കുട്ടി എത്തിയത്. അപ്പൊ ഇതാണ് തിയേറ്ററിന്റെ എൻട്രൻസ്. നിങ്ങൾ തിയേറ്റർ കാണാത്തവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എന്റെ വ്ളോഗ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നതാണ് ഞാൻ. ഇതാണ് ബിഗ് സ്ക്രീൻ. എന്തായാലും നമ്മളെ പോലെ ഇല്ല പിള്ളേർ എന്തായാലും ഉണ്ടാവും തിയേറ്ററിലൊക്കെ പോവാത്ത ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ ഇതുവഴി കാണാലോ. ഇരിക്കട്ടെ. അങ്ങനെ ഷോ തുടങ്ങി. സൂക്ഷ്മദർശിനിയാണ് കേട്ടോ ഫിലിം. അപ്പൊ ഇതിന്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടു കേട്ടോ, മറക്കല്ലേ. സിനിമ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കും. ഇപ്പൊ സമയം 5:30 വീട്ടിൽ നിന്നെല്ലാം വെളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ഥലമില്ല, പോയിക്കോ. ഒഴിവാക്കി. ഓള് നമ്മളോട് അങ്ങനെയാ പെരുമാറുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കാൻ ഇങ്ങോട്ട് എങ്ങനെയാ അതുപോലെ നമ്മൾ അങ്ങോട്ട് പെരുമാറുള്ളൂ. മൂവിയും കഴിഞ്ഞ് ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു.